ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് മാത്രമേ ഇതിൽ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വീനക്കാണ് കൊടുത്തിരിക്കുന്നത്, ബാക്ക് ഓപ്പൺ ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തടിയുള്ളവർക്കൊക്കെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇടുമ്പോൾ ചിലപ്പോൾ നല്ല പഫ് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ആ ഒരു നന്നായിട്ട് വരാനുള്ള ഒരു മെത്തേഡും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ തുണി, ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു മീറ്റർ ലൈനിങ്ങിൻ്റെ തുണിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. കണ്ടോ, തുണി ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ ബാക്ക് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ എൻ്റെ ഭാഗത്തേക്ക് ഇതേ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ലൈനിങ്ങിൻ്റെ പാർട്ട് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്ക് ഓപ്പൺ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യാൻ ജസ്റ്റ് ഞാനൊന്ന് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വരച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ 1/2 ഇഞ്ച് കേട്ടോ, 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് താഴെയും 1/2 ഇഞ്ച് മുകളിലും. അപ്പോൾ ഞാൻ ആദ്യം 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് കണ്ട, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്ലൗസിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ബ്ലൗസിന് 14.5 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ ഭാഗത്തുനിന്ന് കണ്ട താഴെ നിന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഇതിന് ശേഷമായിട്ട് ആ സീം അലവൻസിന് ശേഷമാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മുകളിലും ഒരു 1/2 ഇഞ്ച് ലൈനിങ് ലൈനിങ് അല്ല, സീം അലവൻസ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സീം അലവൻസ് 1/2 ഇഞ്ച് മുകളിൽ കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി 1 ഇഞ്ചായല്ലോ, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി നടുവിലത്തെ അളവ് നോക്കാം. 14.5 നമുക്ക് കറക്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ടിങ് വീഡിയോ തന്നെയായിട്ട് ഞാൻ കാണിക്കണത്. ഇനി നമുക്ക് ബാക്ക് ഓപ്പൺ അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു 1/4 ഇഞ്ച് നമ്മൾ അവിടെ നിന്ന് കൊടുക്കുക കേട്ടോ, 1/4 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ തയ്ക്കാനൊക്കെ ആയിട്ട് ഹുക്ക് മയ്യൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവുകളൊക്കെ പറയാം, ഷോൾഡറിൻ്റെ ഒക്കെ അളവ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 5.25 എടുക്കണത് കേട്ടോ. 5.25 ഷോൾഡറാണ് ഞാൻ ഇതിനെടുക്കണത്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ നെക്കിന് ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ബാക്കിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് 5.25 കൊടുക്കണത്. അപ്പോൾ കറക്റ്റായിട്ട് 5.25 കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അളവ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇനി 5.25 തന്നെ ഞാൻ ഈ ആം ഹോളിൻ്റെ ഡെപ്ത്ത് കൊടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊടുത്ത് നോക്കാം, അത് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് 5.25 തന്നെയാണ് ഞാൻ കൊടുക്കണതിന്. അപ്പോൾ നമ്മൾ അതൊന്ന് ലൈനാക്കി ഞാനൊന്ന് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ ആ ഭാഗം ശരിയാണോ എന്ന് നോക്കണം. അപ്പോൾ ചെസ്റ്റിൽ നിന്ന് എനിക്ക് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് കേട്ടോ. ഞാൻ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട് ഞാനിതിന്. അങ്ങനെ അപ്പോൾ ഇതുപോലെ ഞാനൊരു 1.25 ഇഞ്ച് ഞാൻ ഇതുപോലെ കോർണറിൽ നിന്ന് കൊടുത്തുട്ടോ. ഞാൻ 1.25 കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കൊടുത്ത് നോക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആം ഹോളിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച് ഇതുപോലെ അളന്നു നോക്കുമ്പോൾ നമുക്ക് കിട്ടണം. കണ്ടോ, കറക്റ്റായിട്ട് 9 ഇഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ആം ഹോളിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അത് പറയണില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് കണ്ടു നോക്കിയോളൂ. അപ്പോൾ 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ ഇതുപോലെ കൊടുക്കുക. നമ്മൾ തയ്യൽത്തുമ്പോൾ കൊടുക്കുമല്ലോ. അപ്പോൾ ബാക്കിൽ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 14.5 ഇഞ്ചാണ് എൻ്റെ ബ്ലൗസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് നിങ്ങൾ എടുക്കുക കേട്ടോ, നിങ്ങളുടെ ബ്ലൗസിൻ്റെ അളവ് എടുക്കുക. ഇനി അവിടുത്തെ വൈഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ഈ 4 ഇഞ്ചിന് ശേഷമാണ് നമ്മളിതൊക്കെ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അതുപോലെ എനിക്ക് 8.5 ഇഞ്ചാണ് ഇവിടെ എൻ്റെ 8.5 ഇഞ്ചാണ് എനിക്ക് എൻ്റെ വേസ്റ്റിൻ്റെ 4/1 ഭാഗം വരണത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഇഞ്ച് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് ഞാൻ അവിടെ ഒരു ഡാർട്ട്, നമ്മൾ ബാക്കിൽ ഡാർട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡാർട്ട് ഇടുക. അപ്പോൾ ഡാർട്ട് ഇട്ടിട്ട് നമ്മൾ ആ 1 ഇഞ്ച് നമ്മൾ ഡാർട്ടിന് വേണ്ടി കൊടുത്തു. അതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ സാധാരണ ബാക്കിൽ കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ ബാക്കിൽ ഫ്രണ്ടിലും കൊടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ 2 ഇഞ്ച് കൊടുക്കുക കേട്ടോ, കൊടുക്കുന്ന പോലെ. എന്നിട്ട് കൊടുത്ത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് ഡാർട്ട് എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ ബസ്റ്റിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 10.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ടേപ്പ് വെച്ചിരിക്കുന്നത് ആ സീം അലവൻസിന് താഴെയാണ് കേട്ടോ. 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി. എൻ്റെ ബസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 കഴിഞ്ഞിട്ട് 1 പോയിൻ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. കണ്ടോ, ആ ഒരു പോയിൻ്റ് തന്നെ താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ ആ ഡാർട്ട് ഇടാൻ വേണ്ടി വരയ്ക്കേണ്ടതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 1/2 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഡാർട്ടാണല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് വീതം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെച്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ, ബാക്കിലെ ഡാർട്ട്. ഇനി ഫ്രണ്ടിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ, ബാക്കിലെ ഡാർട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഞാനൊരു 2.25 ഇഞ്ചാണ് ഞാനിതിൽ നെക്കിൻ്റെ വൈഡ് എടുക്കുന്നത് കേട്ടോ, ബാക്ക് നെക്കിൻ്റെ വൈഡ് കണ്ടില്ലേ.
ബാക്ക് നെക്കിൻ്റെ വൈഡ് 2.25. അപ്പോൾ എനിക്കൊരു 3.1 കിട്ടും കേട്ടോ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഇനി എൻ്റെ ലെങ്ത്ത് എടുക്കുക 9 ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി ലെങ്ത്തിലാണ് കൊടുക്കണതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ദേ കണക്ട് ചെയ്തത് 9 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് ബാക്കിൽ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ കണ്ടില്ലേ വരച്ചു കൊടുത്തു കേട്ടോ. ഒരു ബോക്സ് ആക്കി ഇതുപോലെ കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളിയിട്ടുള്ളൂ കേട്ടോ, അധികം നന്നായിട്ട് തള്ളി വരച്ചിട്ടില്ല. ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പ് ബാക്കിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ വീനെക്കാണ് കൊടുക്കണം, ബാക്കിൽ ഇതുപോലെ സാധാരണ ഒരു റൗണ്ട് നെക്ക് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. നമ്മളവിടെ ഡാർട്ട് ഇടുമ്പോൾ അവിടെ ഒന്നൊരു ചെരിവ് വരും, അതിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യണം കേട്ടോ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തുണി ലാഭിക്കാൻ വേണ്ടി ഞാൻ ഈ കട്ട് ചെയ്യണ പോലെയൊക്കെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തോളൂ, കാരണം നമുക്ക് 1 മീറ്റർ തുണിയിൽ ഒപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വേറെ പാർട്ടുകൾക്കൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ബ്ലൗസ് വെട്ടുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യേണ്ട, നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാനിതിൽ കട്ടിങ് വീഡിയോ മാത്രമേ കാണിക്കണുള്ളൂ, സ്റ്റിച്ചിങ് വീഡിയോ അറിയാത്തവരുണ്ടാവും, എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്റ്റിച്ചിങ് വീഡിയോ വേറെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ കട്ടിങ് നിങ്ങളിത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ബാക്കിൽ ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് പഫ് നന്നായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ചിലവരുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ പതിഞ്ഞിരിക്കും കേട്ടോ, അപ്പോൾ ആ ഒരു രീതിയിൽ വരാതിരിക്കാനാണ്. അപ്പോൾ ഈ തുണി ഇങ്ങനെയല്ല നമ്മൾ വെച്ചിരുന്നത്. ഇനി നമ്മൾ ഈ തുണീനെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഭാഗം ഇപ്പുറത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഭാഗം ഫോൾഡഡ് ആയുള്ള ഭാഗം നമുക്ക് ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് ഭാഗം ഓപ്പൺ അല്ലല്ലോ നമ്മുടെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതേ. ഇനി നമ്മുടെ ആ ബാക്ക് പാർട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആ ബാക്ക് പാർട്ടിൻ്റെ 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെക്കണം. അത് ഫ്രണ്ടിലേക്ക് വേണ്ടല്ലോ, അത് നമ്മൾ ബാക്കിൽ ഹുക്കിന് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നുണ്ട് ആ തുണി ഈ ഒരു ഭാഗത്ത്, ആ കട്ടിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റ് ആം ഹോൾ വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുണി ലാഭിക്കണം, നമ്മൾ പരമാവധി ലുബ്ധിച്ചെടുത്താൽ നമുക്ക് അത്രയും തുണി ലാഭം കിട്ടും. അത്രയും തുണിയല്ലേ ബ്ലൗസിനുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിട്ടുണ്ടെങ്കിൽ. ആ ഒരു ഭാഗം കണ്ട കറക്റ്റായിട്ട് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ, ഏത് ഭാഗത്തും കൂടാതെ. അതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ നമ്മൾ 2.25 ഞാൻ ഇങ്ങനെ നെക്ക് വൈഡ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ നെക്ക് വൈഡ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കേട്ടോ. 5.25 ഞാനിതിൻ്റെ ഷോൾഡർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഷോൾഡറും ഇതുപോലെ അടയാളപ്പെടുത്തി. അതൊന്ന് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ എന്നിട്ട് പിന്നെ അതിൻ്റെ ആ സീം അലവൻസ് നമ്മൾ 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അത് നമുക്ക് തെറ്റിപ്പോവരുത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഭാഗമല്ലേ അതൊന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ബാക്ക് ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ കറക്റ്റ് 10 വന്ന ആ ഭാഗമല്ലേ അവിടെ വരെ മാത്രം അടയാളപ്പെടുത്താം കേട്ടോ. 10 വന്നിട്ടുണ്ടല്ലോ ബാക്കിൽ, സീം അലവൻസിൻ്റെ അവിടെ അല്ല അടയാളപ്പെടുത്തേണ്ടത്, ആ 10 ഇഞ്ച് വരെ മാത്രം അടയാളപ്പെടുത്തി വെക്കുക. അപ്പം ഞാൻ ബാക്കി കണക്കുകൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. തയ്യൽത്തുമ്പോൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആ നാം ഹോളിൻ്റെ ആ ഭാഗം നമുക്ക് ലൈനായിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചെടുത്തല്ലോ. ഇനി ഒരു 1/2 ഇഞ്ച് നമ്മൾ മുന്നിലോട്ട് തള്ളി വരച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കണം. നമ്മൾ നേരത്തെ വരച്ചത് ബാക്ക് ആം ഹോളല്ലേ, അപ്പോൾ അതല്ല വേണ്ടത്, നമുക്ക് ഫ്രണ്ടിലേക്ക് തള്ളി വരയ്ക്കണം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരയ്ക്കല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കുഴിച്ച് വരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കിത് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ച് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ 14.5 ഇഞ്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ബാക്കിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 14.5 ഇഞ്ചാണ്. അപ്പോൾ സീം അലവൻസ് അടക്കം 1/2 ഇഞ്ച് കൂടുതലുണ്ടാവും, നമ്മൾ ആ താഴത്തേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ 14.5 ഇഞ്ച് ഇതുപോലെ എടുത്തു കേട്ടോ. നമ്മുടെ മൊത്തം ലെങ്ത്ത് എത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് താഴേക്ക് ഇതുപോലെ 14.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി അതിന് ശേഷം നമ്മൾ ഒരു എന്നിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കട്ടോ. ആ 14.5 ഇഞ്ച് വരച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ടിൽ നമ്മൾ എടുക്കുമ്പോൾ 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം ബാക്കിനേക്കാളും. അപ്പോൾ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച്, അപ്പോൾ അതായത് 15.5 ഇഞ്ച് നമ്മൾ എടുത്തു കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഈ 15.5 ഇഞ്ച് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ ഈ നെക്കിൻ്റെ വൈഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2.25 എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വൈഡ് ഞാൻ ദേ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നെക്ക് ചെയ്യേണ്ടത് ഞാൻ ക്യാൻവാസിലാണ്. അത് തയ്ക്കുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ വീനക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്യാൻവാസിൽ ചെയ്താലേ ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബസ്റ്റിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ താഴേക്ക് ഇതേ ആ സീം അലവൻസിൻ്റെ താഴെ വെച്ചെടുക്കണം കേട്ടോ. അവിടെ നിന്ന് താഴെ എടുക്കുമ്പോൾ എനിക്ക് 10.5 ഇഞ്ചാണ് വരുന്നത്. കണ്ടോ, 10.5 ഇഞ്ച് എടുത്തു. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് 10.5 ഇഞ്ച് എടുത്തു. ഇവിടെ നിന്ന് 4 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റാണ് എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തു കേട്ടോ. ഈ ഒരു പോയിന്റിലെടുത്തു. നമ്മുടെ അതാണ് ബസ്റ്റിൻ്റെ പോയിൻ്റ്. അപ്പോൾ അപ്പെക്സ് പോയിൻ്റ് അവിടെ നിന്ന് താഴോട്ടും ഞാനെടുത്ത ലൈൻ തന്നെ താഴോട്ടും നമ്മൾ വരച്ചെടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ആ ഒരു ലൈൻ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളവിടെ ലൈൻ വരച്ചു കൊടുക്കുക. അവിടെ ഒരു ലൈൻ നമുക്ക് ഇതാക്കണം, നമുക്ക് ഡാർട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് നീട്ടി വരച്ചിട്ട് നമ്മുടെ സീം അലവൻസിലേക്ക് നീട്ടി വരച്ചു കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബസ്റ്റിൻ്റെ നമ്മുടെ ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെസ്റ്റ് എന്ന് പറഞ്ഞത് ബസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ 10.5 അത് ഞാൻ ഇതൊരു ലൈനാക്കി ആ ഭാഗത്ത് ഒരു ലൈനാക്കിയിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. ഇനി അവിടുത്തെ ഒരു അളവ് പറയാം കേട്ടോ. അപ്പം എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ബസ്റ്റ് പോയിൻ്റാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ ചെസ്റ്റിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ചെസ്റ്റിൻ്റെ പോയിൻ്റ് മുകളിൽ 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച്. ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്തെ പോയിൻ്റ് എൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 43 ഇഞ്ചാണ് എനിക്ക് വരിക കേട്ടോ. ഒരു 3 ഇഞ്ച് എൻ്റെ ബസ്റ്റ് കൂടുതലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തടി കൂടുതലുള്ളവർക്ക് ഒരു 3 ഇഞ്ച് കൂടുതലുണ്ടാവും. എനിക്ക് 3 ഇഞ്ചല്ല, നമുക്ക് കൂടുതലുണ്ടാവും. അപ്പം ഞാനവിടെ അതിൻ്റെ 4 ഭാഗം എടുക്കും 10.25. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ബസ്റ്റ് എത്രയാണോ അത് എത്രയാണെങ്കിലോ അതിൻ്റെ 4 ഭാഗം എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടുതലെടുക്കുക. ഇതുപോലെ കൂടുതലെടുത്ത് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പം മനസ്സിലായല്ലോ. ചിലവർക്ക് അവിടെ സെയിം തന്നെയായിരിക്കും, ചെസ്റ്റും ബസ്റ്റും ഒരുപോലെ ആയിരിക്കും. എനിക്ക് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 1 ഇഞ്ച് ഡാർട്ട്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഡാർട്ട് എടുക്കും. കറക്റ്റായിട്ട് നമുക്ക് ഒരാൾക്ക് ഒരു ബോഡിക്ക് എത്ര വേണം എന്നുള്ളതാണ്. അതെടുത്താലാണ് നമ്മുടെ ആ കറക്റ്റ് പഫ് വരുള്ളൂ. അതെങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗം നമ്മൾ ലൈനൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. എൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ 8.5 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചെസ്റ്റും ബസ്റ്റും ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് ഈ ഒരു ചെരിവിലേക്ക് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ചെരിവിൽ കണക്ട് ചെയ്ത് താഴോട്ട് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമുക്കൊരു ചെരിവ് കിട്ടല്ലോ ആ ഒരു ഭാഗം. അപ്പോൾ ഇനി അവിടെ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ലൈൻ എടുക്കുക. ഇത് വേസ്റ്റ് ലൈൻ, താഴെ നമ്മുടെ എക്സ്ട്രാ ലൈൻ ഒരെണ്ണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈനിൽ നമുക്ക് വരുന്നത് 8.5 ഇഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേസ്റ്റിൻ്റെ അളവ് 8.5 ഇഞ്ചാണ്. അപ്പോൾ അവിടെ 8.5 ഇഞ്ച് എടുത്തിട്ട് കണ്ടോ, ആ 8.5 ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര അവിടെ നിന്ന് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ എനിക്കൊരു 3.25 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3.25 ഇഞ്ചിൽ നമ്മൾ കണ്ടോ ആ ഡാർട്ട്, അതാണ് നമ്മുടെ ഡാർട്ട് വരിക. അതെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് പഫ് വരിക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ആ ബ്രസ്റ്റിൻ്റെ ഭാഗം പതിഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ 3.25 എനിക്ക് വന്നത്. ഞാനത് 3.25 ഇതുപോലെ അടയാളപ്പെടുത്തി എടുത്തുവിട്ടു. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു ഒന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പം നിങ്ങൾക്ക് ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വരില്ലേ. അപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഡാർട്ട് കുറച്ചുകൂടെ നീങ്ങി പുറത്തോട്ട് പോകും. കണ്ടോ, ആ ഒരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഡാർട്ടിൻ്റെ കൂടും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ കൂടരുത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു 3/4 ഇഞ്ച് മുന്നോട്ട് തള്ളിയിട്ട് ഒരു പോയിന്റ് കൂടി ഇടുക. അപ്പോൾ 3/4 ഇഞ്ച് ഇതുപോലെ നമ്മളൊന്ന് 3/4 ഇഞ്ചോളം നമ്മൾ ഇതുപോലെ ഒന്ന് 3/4 ഇഞ്ച് തള്ളിയിട്ടിട്ട് കണ്ടോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ വരച്ച പോലെ ചെരിഞ്ഞ് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അത് കട്ട് ചെയ്യാനുള്ള ലൈനാണ് കേട്ടോ. നമ്മൾ അവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. മുമ്പ് വരച്ച ലൈനിലല്ല കട്ട് ചെയ്യേണ്ടത്. അവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഡാർട്ട് വലുതാവും. അങ്ങനെ വരാൻ പാടില്ല. ഇതാവുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഡാർട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഡാർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ ഭാഗം എടുക്കുക. ബാക്ക് ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ ഇതെടുക്കുക. ഇതുപോലത്തെ നമ്മളല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം. നമ്മൾ ഈ ഫ്രഞ്ച് കർവ് ഒന്ന് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് ഇങ്ങനെയൊന്ന് നമ്മൾ
ഈ രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വേണമെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഫ്രണ്ട് ആം ഹോളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് നമ്മുടെ അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് കട്ട് ചെയ്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് പോവും. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കുറച്ച് തുണി കൂടുതലിടണം. ഇപ്പോൾ ഒരു 1 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തേക്ക് പോകണം. തയ്ച്ചും വെട്ടിയൊക്കെ വരുമ്പോൾ ഇപ്പുറത്ത് 1 ഇഞ്ച് നമ്മൾ ആ പോയതിന് പകരമായിട്ട് 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു പുറത്ത്. കണ്ടാ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അതിന് ശേഷമാണ് നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് മനസ്സിലായല്ലോ. ഇപ്പം ഞാനത് വരച്ച് കഴിഞ്ഞു കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കണ്ടില്ലേ 1 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി. അതിന് ശേഷമാണ് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതേ 2 ഇഞ്ച് തന്നെ താഴെ നമ്മുടെ ഈ ലൈനിലും അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ താഴെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ആ ഒരു സീം അലവൻസ് മാത്രം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ എന്നിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ആ നെക്ക് വീനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് നമ്മൾ ബാക്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഡാർട്ട് വരുമ്പോൾ നമുക്ക് ആ ഭാഗം തൂങ്ങി കിടക്കും കേട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഓരോ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ ഒരു ഷേപ്പ് തെറ്റിപ്പോയാൽ മൊത്തത്തിൽ ആകതാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു ഭാഗം എടുക്കുക. പിന്നെ ആ ഒരു ഭാഗം ഞാൻ ഒരു 1/2 ഇഞ്ചിൻ്റെ ഭാഗം അത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ ഞാനിങ്ങനെയാണ് ചെയ്തത്. ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അത് നമ്മുടെ തടി കുറഞ്ഞ ആളുകൾക്കുള്ള 1 ഇഞ്ചിലും 1.5 ഇഞ്ചിലൊക്കെ ഉള്ളൊരു ഡാർട്ടിൻ്റെ ആളുകൾക്കുള്ളതാണ് കേട്ടോ. ഇത് തടി കൂടിയൊരു നമുക്ക് അത്യാവശ്യം തടി കൂടിയവർക്കും പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പഫ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഒരു ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ കാണിച്ചു തരണം കേട്ടോ. അതാണ് ഞാൻ സ്റ്റിച്ചിങ് വേറെ തന്നെ ആക്കിയത്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ അത് കണ്ട കട്ട് ചെയ്യണ ഈ ഭാഗം ഞാൻ ഇപ്പുറത്താണ് കട്ട് ചെയ്യണം കേട്ടോ. ഒരു കാരണവശാലും അപ്പുറത്ത് കട്ട് ചെയ്യരുത്. അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാർട്ട് വലുതാവും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ പറയണത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിലാണ് എനിക്ക് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള തുണി കൊണ്ട് നമ്മളിത് ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സ്ലീവ് ചെയ്യാൻ പോകണം. ചെറിയൊരു സ്ലീവായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോൾഡഡ് സൈഡ് കണ്ടില്ലേ ഞാൻ കാണിച്ചു തന്ന ഭാഗമാണ്. അപ്പോൾ ഇതിന് സ്ലീവിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് വരണുള്ളൂ കേട്ടോ. അതൊരു സാരിയുടെ ഒരു ബ്ലൗസാണ്, വിത്ത് ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ 3.5 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈ സ്ലീവിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ പിന്നെ എൻ്റെ ആം ഹോൾഡർ റൗണ്ടെന്ന് പറഞ്ഞാൽ 9 ഇഞ്ചാണ്. കറക്റ്റായിട്ട് ഞാൻ 9 ഇഞ്ച് എടുത്തു. അപ്പോൾ അതിൻ്റെ പകുതി വരച്ചു കേട്ടോ. അതിൻ്റെ പകുതി ചരിച്ചു വരച്ചു. ഇനി അതിൻ്റെ പകുതി എടുക്കാം. ഇനി ആ പകുതി എടുത്തിട്ട് ആ ഒരു പകുതിയിൽ നിന്ന് നമ്മൾ ഒരു 3/4 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് സ്ലീവ് വരണത് കേട്ടോ. ഫ്രണ്ട് സ്ലീവ് വരയ്ക്കുക അങ്ങനെ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ സ്ലീവ് വീഡിയോയിൽ എല്ലാം നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുനോക്കിയോളൂ കേട്ടോ. ഇത് പറയുമ്പോൾ ഒരുപാട് പറയുമ്പോഴേ അത് ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയുമ്പോൾ വലിയ വീഡിയോ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കണക്ട് ചെയ്ത് വരച്ചു. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് 2 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കേണ്ടത്, മുമ്പ് കൊടുത്തിരിക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കേണ്ടത് കേട്ടോ, നമ്മുടെ ബ്ലൗസിൽ കൊടുത്ത പോലെ തന്നെ. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് അളവെന്ന് പറഞ്ഞാൽ എനിക്ക് 6 ഇഞ്ചാണ് വരണത്. അപ്പോൾ ആ 6 ഇഞ്ച് സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കണക്ട് ചെയ്ത് നമ്മുടെ ഇതിലേക്കൊക്കെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സ്ലീവാണ് ചെയ്യണത്. എനിക്ക് ആ ഒരു വിത്ത് ബ്ലൗസിന് ചെറിയൊരു സ്ലീവ് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പഫ് സ്ലീവ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അതും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവൊക്കെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് എടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ, കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഫ്രണ്ട് സ്ലീവ് ഭാഗം. അപ്പം നമ്മൾ അത് സ്ലീവും കുഴിച്ച് വെട്ടാം. അപ്പം ഞാൻ അതുപോലെ കുഴിച്ച് വെട്ടാനുള്ളതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ കുഴിച്ച് വെട്ടിയത് ഇതാണ്ടില്ലേ,
ഇതിലിപ്പോൾ ഞാൻ സാധാരണ പോലെ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ കുഴിച്ച് വെട്ടിയത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനത് സ്റ്റിച്ചിങ് വീഡിയോയിലാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ കുഴിച്ച് വെട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം ഞാൻ കുഴിച്ച് വെട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് സ്റ്റിച്ചിങ്ങിൻ്റെ ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇതാണ് എൻ്റെ തുണി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസുകൾ നമ്മുടെ ആ തുണിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ആ തുണി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഓരോരോ പീസുകൾ തുണി അത്രയും കുറവായിരിക്കും നമ്മുടെ വിത്ത് ബ്ലൗസിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ലീവ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് അടുത്തൊരു ഇതിൽ ഇപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ അതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് വരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അടുത്ത